السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. ബഹുമാനിയരെ, ഞാനിന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു പണ്ഡിതൻ ഷാഹ് അബ്ദുൽ ഗനി ഭോൽപൂരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ മൽഫൂവാത്ത്, അദ്ദേഹം ചെയ്ത നസീഹത്ത്, അദ്ദേഹം പറഞ്ഞ ഉപദേശം, അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉറുദു ഭാഷയിലാണ്, അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. മഹാന്മാരായ വ്യക്തിത്വങ്ങൾ, സാലിഹീൻകളായ വ്യക്തിത്വങ്ങൾ, ജീവിതം തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച് തീർത്ത മഹാന്മാർ, അവരുടെ ഉപദേശങ്ങൾ നമുക്ക് വലിയൊരു മാർഗദർശനമാണ്. നമ്മുടെ ഹൃദയം മറിയാനും അള്ളാഹുലേക്ക് തിരിയാനും ഹൃദയം മയപ്പെടാനും ഒക്കെ അത് ഒരു മരുന്നുപോലെ പ്രവർത്തിക്കുന്നതാണ്. അവരുടെ സംസാരം, ഒന്നാമതായി അവർ അനാവശ്യമായി സംസാരിക്കാറില്ല. സംസാരിക്കുകയാണെങ്കിൽ അത് ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ വ്യാഖ്യാനമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ വിശദീകരണമോ ആദരണീയരായ സഹാബാക്കളുടെ അവരുടെ സംസാരങ്ങളുടെ വിശദീകരണം, വ്യാഖ്യാനമോ ഒക്കെയാകും. അതുകൊണ്ട് സാലിഹീൻകളായ ആൾക്കാർ, അവരുടെ സുഹ്ബത്ത്, അവരുടെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യണം. അതല്ല എങ്കിൽ അവർ പറഞ്ഞു വെച്ചത്, അവർ പറഞ്ഞു പോയത്, അവർ എഴുതി വെച്ചത്, ഉപദേശങ്ങൾ, അതൊക്കെ നമ്മൾ വായിക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. മഹാനായ പണ്ഡിതൻ മൗലാന ഷാ അബ്ദുൽ ഗനി ഭോൽപുരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഉപദേശം, ഞാനിപ്പോൾ വായിക്കാൻ പോകുന്ന ഈ ഉപദേശം വളരെയേറെ പ്രസക്തമായതും ചിന്തിക്കേണ്ടതുമായ ഒരു ഉപദേശമാണ്. അദ്ദേഹം പറയുന്നു, തദ്ബീർ സെ സിയാദ, അതായത് ഈ ഒരു ഉപദേശത്തിൻ്റെ ഹെഡിങ് ഇപ്രകാരമാണ്: തദ്ബീർ സെ സിയാദ, तदबीर से ज़्यादा ദുആ മേ ഇഹ്തിമാം കർനാ ചാഹിയേ. തദ്ബീർ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് എന്നാണ് അർത്ഥം, ആസൂത്രണം ചെയ്യുക. അപ്പം അദ്ദേഹം ഈ ഒരു ഉപദേശത്തിൻ്റെ ഹെഡിങ് പ്രകാരമാണ്: ആസൂത്രണത്തെക്കാൾ, ഒരു വിഷയത്തെപ്പറ്റി പ്ലാനിങ് ചെയ്യുന്നതിനേക്കാൾ, ആസൂത്രണം ചെയ്യുന്നതിനേക്കാൾ ദുആക്ക് നമ്മൾ പ്രാധാന്യം നൽകണം. ദുആക്ക് നമ്മൾ പ്രാധാന്യം നൽകണം. അദ്ദേഹം പറയുന്നു, ഷെയ്ഖുൽ മശായിഖ് ഹദറത്ത് മൗലാന ഷാ അബ്ദുൽ ഗനി ഭോൽപുരി റഹ്മത്തുള്ളാഹി അലൈഹി ने इरशाद फरमाया कि तदबीर की हैसियत महज एक बी के प्याले की है और वो प्याला भी कैसा जो टूटा हुआ हो.
തദ്ബീർ, ആസൂത്രണം ചെയ്യുക, പ്ലാനിങ് ചെയ്യുക എന്നത് മഹസ് ഏക് ബീ കെ പ്യാലേക്ക് ബീ കെ പ്യാലെ എന്ന് പറഞ്ഞാൽ പിച്ച ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രം, അതില്ലെങ്കിൽ പിഞ്ഞാണം, ചെറിയ പാത്രം. അതുപോലെയാണ് തദ്ബീർ, പ്ലാനിങ്, ആസൂത്രണം എന്നുള്ളത്. और वो प्याला भी कैसा जो टूटा हुआ हो, ആ പിഞ്ഞാണം, ആ ചെറിയ പാത്രമാണെങ്കിലോ പൊട്ടിയ പാത്രവുമാണ്. ഒന്ന് ചെറിയൊരു പാത്രം, പിഞ്ഞാണം, അതോടൊപ്പം ആ പാത്രം പൊട്ടിയതും കൂടിയാണ്. हुक्म समझकर तदबीर तो अख्तियार करना चाहिए, लेकिन नजर अल्लाह मियाँ ही पर रहे. പ്ലാൻ ചെയ്യുക, തദ്ബീർ ചെയ്യുക, ആസൂത്രണം ചെയ്യുക എന്നത് ഒരു കൽപ്പനയായി, അള്ളാഹുവിൻ്റെ കൽപ്പനയായി മനസ്സിലാക്കിക്കൊണ്ട്, അതിനെ ആ രീതിയിൽ കൽപ്പനയെന്നോണം ചിന്തിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നോട്ടം അഥവാ നമ്മുടെ വിശ്വാസം, യഖീൻ, അത് അള്ളാഹുവിൽ ആയിരിക്കണം. അദ്ദേഹം പറഞ്ഞു വരുന്നത്, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്യുക, തദ്ബീർ ചെയ്യുക എന്നത് ഒരു ചെറിയൊരു പാത്രം പോലെയാണ്, പിച്ച ചോദിക്കുന്ന പാത്രം പോലെയാണ്, പിഞ്ഞാണം പോലെയാണ്. അതും പൊട്ടിയ ഒരു പിഞ്ഞാണം, പൊട്ടിയ പാത്രം. അതാണ് നമ്മുടെ തദ്ബീർ. നമ്മൾ ചെയ്യുന്ന പ്ലാനിങ് അങ്ങനെയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ പ്ലാനിങ് എന്നത് ആ ഒരു പാത്രമാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത്. പ്ലാൻ ചെയ്യും, തദ്ബീർ നമ്മൾ സ്വീകരിക്കും, പക്ഷേ നമ്മുടെ നോട്ടം ആരിലാണ്? അള്ളാഹുവിലാണ്. ഭീഖ് മാംഗനെ വാല അപ്പനെ പ്യാലെ പർ നസർ നഹീ രഖ്താ. പിച്ച ചോദിക്കുന്ന വ്യക്തി തൻ്റെ പിഞ്ഞാണത്തിലോട്ടല്ല നോക്കുന്നത്, തൻ്റെ ആ ചെറിയ പാത്രത്തിലോട്ടല്ല നോക്കുന്നത്. ഉസ്കി നസർ ഭീഖ് ദേനെ വാലെ പർ രഹ്തി ഹേ. പിച്ച കൊടുക്കുന്ന വ്യക്തിയുണ്ടല്ലോ, ദാനം ചെയ്യുന്ന വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയിലേക്കാണ് ദാനം ചോദിക്കുന്ന വ്യക്തിയുടെ നോട്ടം ഉണ്ടാവുക, അല്ലേ? നമ്മുടെ വീടുകളിൽ പിച്ച ചോദിക്കാൻ വരുന്ന വ്യക്തികൾ സ്വന്തം പാത്രത്തിലേക്കാണ് നോക്കുന്നത്, അല്ലല്ലോ. അവർ നോക്കുന്നത് ആ വീട്ടുകാരനിലേക്കാണ്. ബന്ദ ഹഖീഖി ബീക്ക് മാംഗ അല്ലാഹ് കാ ഹേ. ഒരടിമ യഥാർത്ഥത്തിൽ അവൻ ചോദിക്കുന്നത്, അവൻ പിച്ച ചോദിക്കുന്നത് ആരോടാണ്? യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടാണ്. ഇയ്യാക നഅ്ബുദു മേ യഹി ഇഖ്റാർ ഹേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, സൂറത്തുൽ ഫാത്തിഹ. ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇയ്യാക നഅ്ബുദു മേ യഹി ഇഖ്റാർ ഹേ. ഇയ്യാക നഅ്ബുദു എന്നതിൽ ഈ ഒരു കാര്യത്തെ നാം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ അംഗീകരിക്കുന്നത്? ഏ അല്ലാഹ്, ഹം സിർഫ് ആപ് ഹി കെ ഗുലാം ഹേ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ മാത്രം അടിമയാണ്, നിന്റെ മാത്രം അടിമയാണ്. ആപ്കി മിൽക്കിയത്ത് മേ കിസി ഓർ കി ശിർക്കത്ത് നഹി. നിന്റെ മിൽക്കിയത്തിൽ, നിന്റെ രാജാധികാരത്തിൽ, നിന്റെ അവകാശത്തിൽ വേറെ ആർക്കും യാതൊരു പങ്കുമില്ല. നിന്റെ മിൽക്കിയത്തിൽ, നിന്റെ അവകാശത്തിൽ അല്ലാഹുവേ വേറെ ആർക്കും ഒരു പങ്കുമില്ല. തദ്ബീർ സെ സിയാദ ദുആ മേ ഇഹ്തിമാം കർനാ ചാഹിയേ. അൻട്ട് മൗലാന പറയുകയാണ്, തദ്ബീർ സെ സിയാദ ദുആക്ക്, നമ്മുടെ ഹെഡിങ്, തദ്ബീറിനെ കാട്ടിയും ആസൂത്രണത്തെ കാട്ടിയും ദുആക്ക് നമ്മൾ പ്രാധാന്യം നൽകണം. തദ്ബീർ ദഈഫ് ഹേ. പ്ലാനിങ് ചെയ്യുക, തദ്ബീർ ചെയ്യുക, ആസൂത്രണം ചെയ്യുക എന്നത് ബലഹീനമാണ്. ആ ഒരു പ്രവൃത്തി ബലഹീനതയുള്ളതാണ്.
इस हैसियत से कि तदबीर का ताल्लुक मखलूक़ात आलम से है. സുബ്ഹാനല്ലാഹ്. മഹാന്മാരുടെ സംസാരങ്ങൾ, സാലിഹീങ്ങളുടെ സംസാരങ്ങൾ അതെത്രമാത്രം ആഴമുള്ളതാണ്, എത്രമാത്രം ആഴത്തിലുള്ള അർത്ഥം അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയുകയാണ്, തദ്ബീർ ദഈഫ് ഹേ ഇസ് ഹൈസിയത്ത് സേ കി തദ്ബീർ ക തഅല്ലുഖ് മഖ്ലൂഖാത്ത് ആലം സേ ഹേ. ആസൂത്രണം എന്നത് ബലഹീനത നിറഞ്ഞതാണ്, ബലഹീനമാണ്. എന്തുകൊണ്ടാണത് ബലഹീനം? അദ്ദേഹം പറയുകയാണ്, ഉസ്കാ തദ്ബീർ ക തഅല്ലുഖ് മഖ്ലൂഖാത്ത് ആലം സേ. കാരണം തദ്ബീർ ചെയ്യുക, പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക എന്നത് മഖ്ലൂഖാത്തെ ആലം സെ ഹെ, സൃഷ്ടികളുടെ ലോകവുമായി ബന്ധപ്പെട്ടതാണ്. സൃഷ്ടികളുടെ ലോകവുമായി ബന്ധപ്പെട്ടതാണ് ഈ തദ്ബീർ ചെയ്യുക, പ്ലാൻ ചെയ്യുക, ആസൂത്രങ്ങൾ ചെയ്യുക എന്നത്. ഓർ ദുആ ഖവീ ഹേ, ദുആയാണെങ്കിലോ ശക്തമാണ്, ശക്തിയുള്ളതാണ്. ഇസ് ഹൈസിയത്ത് സേ കി ഉസ്കാ തഅല്ലുഖ് ഖാലിഖ് ആലം സെ ഹേ. കാരണം അതെന്തുകൊണ്ടാണ് ദുആ ശക്തിപ്പെടാനുള്ള കാരണം ദുആയുടെ ബന്ധം ഖാലിഖ് ആലം സെ ഹേ, ലോകം സൃഷ്ടിച്ചവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദുആ എന്നുള്ളത്. വഹി ദാത്ത് തദാബീർ കി ബി ഖാലിഖ് ഹേ. ആ ഒരു അസ്തിത്വം അല്ലാഹുവാണ്. നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന തദ്ബീർ, പ്ലാനിങ്, ആസൂത്രണങ്ങളെയും സൃഷ്ടിച്ചവരാരാണ്? അല്ലാഹുവാണ്. वो जब चाहेंगे तो आसान से आसान तदबीर तुम्हारे सामने कर देंगे और उस तदबीर को कामयाब भी फरमा देंगे. अल्लाहु विजारिचाल ആസാൻ സെ ആസാൻ തദ്ബീർ തുമ്ഹാരെ സാമനെ കർ ദേംഗെ. വളരെ എളുപ്പമുള്ള ഒരു ആസൂത്രണം, വളരെ എളുപ്പമുള്ള, നിനക്ക് ചെയ്യാൻ കഴിയുന്ന എളുപ്പമുള്ളൊരു ആസൂത്രണം അള്ളാഹു മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നതാണ്, അള്ളാഹു മുന്നിൽ കാണിച്ചു തരുന്നതാണ്. ഇത് നീ സ്വീകരിക്കുക. എന്നിട്ടോ ഓർ ഉസ് തദ്ബീർ കു കാമയാബി ഫർമാ ദേംഗെ. നമ്മൾ സ്വീകരിച്ച ആ ഒരു പ്ലാനിങ്, ആ ഒരു തദ്ബീർ, ആ ഒരു ആസൂത്രണത്തെ വിജയിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് എൻ്റെ സഹോദരങ്ങളെ മഹാനായ ഷെയ്ഖുൽ മശായിഖ് അബ്ദുൽ ഗനി ബോൽപൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നസീഹത്ത്, ഉപദേശം. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ദുആ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഫോക്കസ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദുആയുമായിട്ടാണ്. ദുആയിലാണ് നമ്മുടെ ഫോക്കസ് കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത്. അത് ശക്തമായിരിക്കണം, ദുആ ശക്തമായിരിക്കണം. മനുഷ്യൻ സ്വീകരിക്കുന്ന ഏത് ആസൂത്രണവും, അവൻ എത്ര ശക്തമായ ആസൂത്രണമാണെന്ന് വിചാരിച്ചാലും ശരി, മനുഷ്യൻ ബലഹീനനാണ്. അതുകൊണ്ട് തന്നെ അവനിൽ നിന്നും വരുന്ന ആസൂത്രണങ്ങളും ബലഹീനതകൾ നിറഞ്ഞതായിരിക്കും. അത് വിജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ദുആ എങ്ങനല്ല. അള്ളാഹു എന്താണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. ഉദ്ഉനി അസ്തജിബ് ലക്കും. എന്നോട് ചോദിക്കുന്ന അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹു ഉത്തരം നൽകും. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ പ്ലാനിങ് ചെയ്താലും എന്ത് ചെയ്താലും ദുആ അത് ശക്തമായിരിക്കണം. അള്ളാഹുവേ, ഇതാണ് എൻ്റെ ആസൂത്രണം, ഞാനും ബലഹീനൻ, എൻ്റെ ആസൂത്രണവും ബലഹീനത നിറഞ്ഞത്. പടച്ചവനെ, ഞാനിതാ എൻ്റെ ആസൂത്രണത്തെ, എൻ്റെ പ്ലാനിങ്ങിനെ ഞാൻ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവേ, ഇതിനെ വിജയിപ്പിക്കുന്നവൻ നീയാണ്, ഇതിൽ ഖൈർ നൽകുന്നവൻ നീയാണ്. പടച്ചവനെ, നീ സഹായിക്കണമേ അള്ളാഹുവേ എന്ന് ശക്തമായ രീതിയിൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതുകൊണ്ട് ദുആയ്ക്ക് വേണ്ടി സഹോദരങ്ങളെ, നമ്മൾ ദിവസവും ഒരു സമയം നമ്മൾ ദുആയ്ക്ക് വേണ്ടി നിശ്ചയിക്കുക. ഇന്ന് അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്കറിയില്ല, അള്ളാഹു മാപ്പ് നൽകട്ടെ. പടച്ചവനോട് ചോദിക്കാൻ നമുക്കറിയില്ല, എന്ത് ചോദിക്കണമെന്നറിയില്ല, എന്ത് അള്ളാഹുവിനോട് എങ്ങനെ ചോദിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ
എന്നാലോ വലിയ വലിയ ഉദ്യോഗസ്ഥരോട് ചോദിക്കാൻ നമുക്കറിയാം, വലിയ വലിയ നേതാക്കന്മാരോട് ചോദിക്കാൻ അറിയാം, ഏതെല്ലാം രീതിയിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്നും കാര്യങ്ങൾ നേടിയെടുക്കണം നമുക്കറിയാം. പക്ഷെ അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്കറിയില്ല. അതുകൊണ്ട് ദിവസവും ഒരു സമയം, കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും, കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും, ഏറ്റവും കുറഞ്ഞ കാര്യമാണ്, പരിപൂർണ തവജ്ജുഹോടുകൂടി, ശ്രദ്ധയോടുകൂടി അള്ളാഹുലേക്ക് തിരിഞ്ഞ് നമ്മൾ പടച്ചവനോട് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും മനസ്സ് തുറന്ന് അള്ളാഹുവിനോട് നമ്മൾ പറയണം. ചോദിക്കാൻ പഠിക്കണം, കേഴാൻ പഠിക്കണം, അള്ളാഹുവിൻ്റെ മുന്നിൽ തലകുനിക്കാൻ പഠിക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ചോദിക്കുന്നവരെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. മലക്കുകൾ നമ്മുടെ ദുആക്ക് ആമീൻ പറയും. മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം അതൊരു പരിചയമുള്ള ശബ്ദമായിട്ട് മാറും. അല്ലാഹു ജല്ല ജലാലുഹു ഈ ഉപദേശത്തിൽ, ഇപ്പോൾ വായിച്ച ഉപദേശത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.